സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. മേപ്പയിൽ ശ്രീനാരായണ കലാകേന്ദ്രത്തിന്റെ 32ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം ശ്രദ്ധേയമാകുന്നു. മേപ്പയിൽ ശ്രീനാരായണ ബസ് സ്റ്റോപ്പിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നവംബർ 17 മുതൽ 23 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. പ്രൊഫഷണൽ നാടക മത്സരങ്ങളോടൊപ്പം വിവിധ ദിവസങ്ങളിൽ പ്രദേശത്തെ കലാകാരന്മാരെയും പ്രതിഭകളെയും ഉൾപ്പെടുത്തി കലാപരിപാടികളും നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് ശ്രീനാരായണ കലാകേന്ദ്രത്തിന്റെ സ്നേഹപ്പൂക്കൾ എന്ന നാടകം അരങ്ങേറി. തിരുവനന്തപുരം നവോദയയിലെ ആക്ടറും നാടക സംവിധായകനുമായ ബാബുരാജ് അറക്കിലാടാണ് സ്നേഹപ്പൂക്കൾ എന്ന നാടകം സംവിധാനം ചെയ്തത്. വിനോദ് പി മുടപ്പിലാവിലിന്റെ രചനയ്ക്ക് വൈശാഖ് ദീപ നിയന്ത്രണവും രാജേഷ് സംഗീത നിയന്ത്രണവും നിർവഹിച്ചിരിക്കുന്നു. പ്രദേശത്തെ ഒട്ടേറെ കലാകാരന്മാർ നാടകത്തിൽ വേഷമിട്ടു. പ്രൊഫഷണൽ നാടകത്തോട് കിടപിടിക്കുന്ന തരത്തിലാണ് അഭിനേതാക്കളുടെ പ്രകടനവും രംഗസജ്ജീകരണവും സംഗീത സംവിധാനവും ദീപ നിയന്ത്രണങ്ങളും എല്ലാം. അല്ലെങ്കിലും നവരന്റെ പോക്കി കൂടാത്ത സ്റ്റേജൊന്നല്ല. പ്രദേശത്തെ കലാകാരന്മാരായ ബാലകൃഷ്ണൻ മേപ്പയിൽ, ഭരതൻ കാവിൽ, വിജയൻ കുട്ടോത്ത്, വിനോദ് പി മുടപ്പിലാവിൽ, രജീഷ് MC, ബിന്ദു ശിവൻ, KP രതീഷ്, പ്രദീപൻ, രജീഷ്, ബിന്ദു ജയൻ, ദേവനാഥൻ VP തുടങ്ങിയവരാണ് നാടകത്തിൽ വേഷമിട്ടത്. നാടകം സദസ്സിന്റെ മനം കവർന്നു. നവംബർ 20 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകം അരങ്ങേറും. 21 നാട്ടിലെ കലാകാരന്മാർ അണിനിരക്കുന്ന നൃത്തനൃത്യങ്ങൾ, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, കോമഡി സ്കിറ്റ് എന്നിവ ഉൾപ്പെടെ സർഗവിരുന്ന് നടക്കും. 22 വൈകിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥ ആസ്പദമാക്കി തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറും. നവംബർ 23 ശനിയാഴ്ചയാണ് സമാപനം. പരിപാടി സുരേഷ് ബാബു ശ്രീസ്ഥ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോഴിക്കോട് ഊഞ്ഞാൽ നാടൻ കലാ സംസ്കൃതിയുടെ കടുംതുടിപ്പാട്ട് എന്ന ദൃശ്യാവിഷ്കാരത്തോടെ ശ്രീനാരായണ കലാകേന്ദ്രത്തിന്റെ 32ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തിരശീല വീഴും. ഒരുപാട് ആളുകൾ അത് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ലുള്ളൂ. ഓരോ കലാകാരന്മാരുടെ അവസ്ഥ അങ്ങനെയാ. തീർച്ചയായും അതൊക്കെ നടക്കുന്നേ, സാരമില്ല. ആ ഒരു പ്രതീക്ഷയില്ല ഞാനും. പിന്നെ ഭഗവതി കോവിലെ സംഗീത മത്സരത്തിന് നീയും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ആദ്യത്തെ ഒരു വാർത്തയാണ് നിങ്ങൾ പറയുന്നത്. കാലം വരുത്തായി നമ്മൾ നിങ്ങളോടൊപ്പം ഒരു നേരെ നടക്കാൻ തിരിച്ച് നമ്മൾ വൈകിട്ടാകുന്നത് നിങ്ങളോടൊപ്പം തന്നെ. പിന്നെ ആ ഹറാമത്തെ ചെക്കനായി ഇവരോടൊപ്പം മത്സരിക്കാൻ പോകും. ഒന്ന് ശ്രദ്ധിക്കുന്നല്ല. എനിക്കറിയാമല്ലോ, അവൻ എന്നോട് വെറുപ്പെടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഓരോരുത്തർ അടിച്ചു കളിക്കാൻ എനിക്ക് ആരോ സമ്മാനിച്ച് ദിവ്യഗർഭമായിരുന്നല്ലോ അവൻ. അത് പാവം തമ്പ്രാനമൻ കെട്ടിവെക്കാൻ തെളിഞ്ഞപ്പോ ഞാൻ അത് എതിർത്തിരുന്നു. ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കണമെന്ന ഭാഷയെ പഴമക്കാർ പറയാറുണ്ട്, കുന്നോളം ആശിച്ചാലേ ഒരു കുന്നിക്കുരുവോളം കിട്ടും. അതുകൊണ്ട് മാഷ് ആഗ്രഹങ്ങൾ തിരിക്കാൻ നിൽക്കാനൊന്നും ഞാനില്ല. പിന്നെ എന്റെ പരാതി
അത് എന്റെ ജീവിത പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടില്ല. അതെ, നിങ്ങളായിട്ട് എഴുതി ചേർക്കണ്ട എന്ന് പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നേക്കാൾ പണവും ചട്ടവും നിരക്കൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കരുതി എന്റെ സംഗീതത്തെ ഒരു അടിയാളനെ പോലെ നിന്റെ കാലം സമർപ്പിക്കാനും എന്നെ കിട്ടില്ലല്ലോ. മക്കളോടുള്ള വെറുപ്പിന് തന്നെയാ. പേറ്റുനോവിന്റെ വേദന അറിയുന്ന അമ്മമാർക്ക് എന്റെ വേദന മനസ്സിലാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ ഇന്നത്തെ ഗുളിക കൊടുക്കാൻ മറന്നുപോയി. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പോയതാ ഞാൻ. ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ദേശത്തിന് പറഞ്ഞതാ. കാരണം വരുന്ന വഴിക്ക് വെച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ ഇത് മറത്തു. എന്ത് ചെയ്യാൻ, എല്ലാം ഞങ്ങളുടെ വിധി. എന്നോട് പറയാതെ എങ്ങോട്ടാ പോയത്? അമ്മയുടെ പിറന്നാളായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണ്ടേ മോളെ? അമ്മ പരിഹാരം കണ്ടുകൊണ്ട് മോൾ നോക്കി തലത്തുണ്ട്. അമ്മ ഒരുപാട് അടിച്ചുല്ലേ? കിടക്കുന്ന ഏട്ടന്റെ അടുത്ത് നിന്ന് ഈ തുപ്പിക്കടക്കുന്ന ഏഴത്തെ കുട്ടികളെ കണ്ടപ്പോ ചോദിക്കാൻ കഴിയില്ല എനിക്ക്. അല്ലെങ്കിലും അവരെന്റെ പോക്കി പോടാത്ത ശരിയൊന്നല്ല. നിങ്ങളെ വളർത്താൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ അമ്മ. അതിനറിയോ, വിശന്നു വന്ന് നീക്കുന്നവരുടെ കൈകളിൽ ആകാവുന്നിടത്തോളം പകർന്നു കൊടുക്കുകയല്ലാതെ ഒരു കൈക്കുമ്പിൾ പോലും മടക്കി അയക്കാത്ത അമ്മയാ നിങ്ങളുടെ അമ്മ. എതിരെ നമ്മളെ ബീവിയും മക്കളും പണ്ട് പട്ടിണി കൂടാതെ കൈ പോകുന്നു നിങ്ങളുടെ അമ്മയുടെ ഔദാര്യം കൊണ്ടാ.